VR Media ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഏറ്റവും പുതിയ അപ്ഡേഷനുകൾക്കായി കൂടെയുള്ള ബെൽ ഐക്കൺ അമർത്തുക. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് കമ്പ്യൂട്ടറിൽ എങ്ങനെ സ്ക്രീൻ മിറർ ചെയ്യാവുന്നതാണ്. അതായത് നമ്മുടെ മൊബൈലിൻ്റെ സ്ക്രീൻ എങ്ങനെ അതുപോലെ തന്നെ കമ്പ്യൂട്ടറിൽ കാണാൻ സാധിക്കും എന്നതിനെക്കുറിച്ചാണ്. നിങ്ങളിപ്പോൾ എൻ്റെ PC-യിൽ കാണുന്നതാണ് ഈ സ്ക്രീൻ മിററിംഗ് എന്ന് പറയുന്നത്. അതായത് എൻ്റെ ഫോണിൻ്റെ സ്ക്രീനാണ് ഇവിടെ ഈ ലൈവായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യമായി നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ നിന്നും നിങ്ങൾ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ഇവിടെ സെർച്ച് ബാറിൽ നിങ്ങൾ വൈസർ എന്ന് ടൈപ്പ് ചെയ്യുക. വൈസർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കുറേ സജഷൻസ് വരും. ഇവിടെ ഫസ്റ്റ് വൺ നിങ്ങൾ ഓപ്പൺ ചെയ്യുക, അതായത് വൈസർ ക്രോം വെബ് സ്റ്റോർ. ഇവിടെ ഇത് ഓപ്പൺ ആയി കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനൊരു വിൻഡോ ആയിരിക്കും ഇവിടെ ലഭിക്കുക. ഇവിടെ ഏറ്റവും മുൻഭാഗത്തായിട്ട് ആഡ് ടു ക്രോം എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നിങ്ങളതിൽ ക്ലിക്ക് ചെയ്യുക. ആഡ് വൈസർ, അതായത് നമ്മുടെ ക്രോമിലേക്ക് ഈ എക്സ്റ്റൻഷൻ ആഡ് ചെയ്യാനുള്ള പെർമിഷനാണ് ചോദിക്കുന്നത്. നിങ്ങളുടെ ആഡ് ആപ്പ് കൊടുക്കുക. ഇപ്പോൾ ഈ മുൻഭാഗത്തായിട്ട് നിങ്ങൾക്ക് ചെക്കിംഗ് എന്ന് കാണാം. അതുപോലെ തന്നെ ഈ താഴ്ഭാഗത്തായിട്ട് ഇവിടെ ഒരു ആപ്പ് ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുന്നത് കാണാൻ സാധിക്കും. അതായത് ഈ വൈസർ എന്ന് പറയുന്നത് 5.61 MB ഉള്ള ഒരു ആപ്ലിക്കേഷനാണ്. അതാണ് ഇവിടെ ഡൗൺലോഡ് ആകുന്നത്. ഇപ്പോൾ ഡൗൺലോഡ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ബ്രൗസറിലേക്ക് നമ്മുടെ വൈസർ എക്സ്റ്റൻഷൻ ഇവിടെ ആഡ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോണിൽ നിന്നും സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യാം. നിങ്ങളുടെ ഫോണിൽ നിന്ന് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ ഏറ്റവും താഴ്ഭാഗത്തേക്ക് സ്ക്രോൾ ചെയ്യുക. ഇവിടെ ഒന്നുകിൽ നിങ്ങൾക്ക് ഡെവലപ്പർ ഓപ്ഷൻ എന്നൊരു സെറ്റിംഗ് കാണാൻ സാധിക്കും. അങ്ങനെ ഒന്നും അവിടെ ഇല്ലെങ്കിൽ നിങ്ങൾ എബൌട്ട് ഫോൺ ഓപ്പൺ ചെയ്ത് ഏറ്റവും താഴ്ഭാഗത്ത് ബിൽഡ് നമ്പർ 7 പ്രാവശ്യം ടാപ്പ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് നോ നീഡ് യു ആർ ഓൾറെഡി എ ഡെവലപ്പർ എന്നാണ്. അതായത് ഞാനൊരു ഡെവലപ്പറാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. നിങ്ങൾ 7 പ്രാവശ്യം ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ യു ആർ എ ഡെവലപ്പർ എന്നായിരിക്കും കാണിക്കുക. ഇനി നിങ്ങൾ ബാക്കിലേക്ക് വന്നതിന് ശേഷം ഈ ഡെവലപ്പർ ഓപ്ഷൻ എന്നുള്ള സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. അവിടെ ഡീബഗിങ് സെലക്ട് ചെയ്തതിന് ശേഷം USB ഡീബഗിങ് എനേബിൾ ചെയ്യുക. ഇത് എനേബിൾ ചെയ്തിരുന്നാൽ മാത്രമേ നമുക്ക് സ്ക്രീൻ മിറർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇത് എനേബിൾ ചെയ്തതിന് ശേഷം നിങ്ങൾ വീണ്ടും കമ്പ്യൂട്ടറിലേക്ക് തിരിച്ചു വരിക. നിങ്ങളുടെ ഫോൺ കമ്പ്യൂട്ടറുമായി കണക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ വൈസർ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇവിടെ ഏറ്റവും മുകൾഭാഗത്തായിട്ട് ഫൈൻഡ് ഡിവൈസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ഫോണിൻ്റെ മോഡൽ ഇവിടെ കാണാൻ സാധിക്കും. അതായത് നിങ്ങളുടെ ഫോണിൽ നിന്ന് USB ഡീബഗിങ് എനേബിൾ ചെയ്തെങ്കിൽ മാത്രമേ ഇവിടെ ഈ മോഡൽ കാണാൻ സാധിക്കുകയുള്ളൂ. നിങ്ങളുടെ ഫോണിൻ്റെ മോഡൽ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ താഴ്ഭാഗത്തായിട്ട് സെലക്ട് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ ഒരു പോപ്പപ്പ് വിൻഡോ വരും. അതായത് നമ്മുടെ ഫോണിൽ USB ഡീബഗിങ് എനേബിൾ ചെയ്യാനുള്ള ഒരു പെർമിഷനാണ്. നിങ്ങളുടെ ഫോണിൽ നിന്നും അതിന് ഓക്കെ കൊടുക്കുക. ഇതിന് ഓക്കെ കൊടുത്തെങ്കിൽ മാത്രമേ സ്ക്രീൻ മിറർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ നമ്മുടെ സ്ക്രീൻ മിറർ ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് എൻ്റെ ഫോണിൻ്റെ സ്ക്രീനാണ്. നമുക്കിവിടെ നിന്നും നമ്മുടെ ഫോൺ ഫുള്ളായിട്ട് കൺട്രോൾ ചെയ്യാൻ സാധിക്കും.
എല്ലാവരും ഈ രീതിയിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.